എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് മാക്കം തെയ്യത്തിൻ്റെ ആണ്. ആ തെയ്യത്തിൻ്റെ തോറ്റം ചൊല്ലിലാണ് നമ്മൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട്. അപ്പം നമ്മൾ വെള്ളിയാഴ്ച പോയിരുന്നു. വെള്ളിയും ശനിയും വ്യാഴാഴ്ചയിലാണ് മാക്കം ഉണ്ടായത്. ഇത് ചാലക്ക മാക്കത്തിലാണ്. ഇതിൻ്റെ ആരുടെ സ്ഥാനം പയ്യന്നൂരാണ്. ഇതിൻ്റെ ആരുടെ സ്ഥാനം പയ്യന്നൂർ കുഞ്ഞിമംഗലത്ത് കടവാങ്കോട്ട് എന്നാണ് ആണ് തറവാട്. അപ്പോൾ ഈ കാവിലുള്ള തെയ്യെന്ന് വെച്ചാൽ മാക്കും മക്കളും. മാക്കത്തിൻ്റെ മക്കൾ വരാണ് ചാത്തുവും ചീരുവും. ചാത്തുവും ചീരു പിന്നെ വിഷ്ണുമൂർത്തി ഗുളികൻ തെയ്യം, ഇങ്ങനെ 5 തെയ്യങ്ങളാണ് ഉണ്ടാകുന്നത്. മാക്കത്തിൻ്റെ കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്കത്തിൻ്റെ ആങ്ങളമാർ ചതിച്ച് കൊന്ന് കഴിഞ്ഞിട്ടാകുമ്പം മാക്കം തെയ്യം കൊലമായിട്ട് രൂപപ്പെടുന്നതിൻ്റെ ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ആങ്ങളമാർക്ക് ഒരു കുഞ്ഞു പെങ്ങളായിരുന്നു മാക്കത്തിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആങ്ങളമാർക്ക്. അപ്പം നാത്തോന്മാർ ഇതെല്ലാം കണ്ടിട്ട് അവർക്ക് ഭയങ്കര നാത്തോന്മാർക്ക് മകത്തോട് അസൂയുണ്ടായി. ആങ്ങളമാർ മകത്തെ ഇത്രയധികം സ്നേഹിക്കുന്നതുണ്ട്. ആങ്ങളമാർക്കും പെങ്ങളോടുള്ള സ്നേഹം നാത്തോന്മാർക്ക് അത്ര രസിച്ചില്ല. അപ്പം നാത്തോന്മാർ മാക്കത്തിൻ്റെ ആങ്ങളമാർ കോലത്തു അന്നൻ്റെ പടനായകന്മാരായിരുന്നു. അപ്പം പടയ്ക്ക് പോയപ്പോൾ ആണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആങ്ങളമാർ പടക്ക് പോകുന്ന സമയം ഈ തറവാട്ടിൽ എണ്ണ കഴിഞ്ഞിട്ട് എണ്ണ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരോട് പറയും. അപ്പം അയാൾ എണ്ണ കൊണ്ടുവരുമ്പോൾ നാത്തോന്മാരെല്ലാം ഒളിച്ച് നിന്നിട്ട് മാക്കം ഇല്ലത്ത് തറവാട്ടിൽ ആളെ വിളിച്ച് കയറ്റി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞ് ഇല്ലാ കഥകൾ ഉണ്ടാക്കുന്നത്. ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ട് അത് ആങ്ങളമാരോട് പറഞ്ഞിട്ട് ആങ്ങളമാർ മാക്കത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് പോകുന്ന വഴി ആങ്ങളമാർ പറയുന്നത് മാക്കത്തോട് പറയും പട നയിച്ച് വന്നു കഴിഞ്ഞാൽ ഒട്ടയം വിളക്ക് കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് മാക്കത്തെയും കൂട്ടിയിട്ട് പോകുന്നത്. പോകുന്ന വഴി ചാലക്കുള്ള പുതിയ വീട്ടിൽ കയറിയിട്ട് മാക്കം ദാഹിച്ചിട്ട് വെള്ളത്തിന് ചോദിച്ചിട്ട് ആടിയുള്ള അമ്മ പാല് കൊടുത്തെന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് ആ അമ്മയോട് പറയും കോട്ടയം വിളക്ക് കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴി ഇവിടെ പിന്നെയും കയറുമെന്ന് പറയുന്നത്. അവിടുന്ന് പോകുന്ന വഴി കൂത്തുപറമ്പ് കായലോട്ടിലെ അച്ചങ്കരപ്പള്ളിയുടെ പൊട്ടക്കിണറ്റിൽ പകൽ നക്ഷത്രം കാണാമെന്ന് പറഞ്ഞിട്ട് കിണറ്റിലെത്തി നോക്കുന്ന സമയം മാക്കത്തെയും 2 മക്കളെയും വെട്ടിയറിഞ്ഞ് കിണറ്റിലിടുകയാണ് ആങ്ങളമാർ ചെയ്തത്. അത് കാണുന്ന മാവിലായനെയും ആങ്ങളമാർ വെട്ടിയറിഞ്ഞ് കിണറ്റിലിട്ടു. കുറച്ച് കഴിയുമ്പോൾ ഒരു തീജ്വാലിയായിട്ട് വന്നിട്ട് പയ്യന്നൂരെ കടവാങ്കോട്ടിലെല്ലാം കത്തി നശിപ്പിക്കുകയും അത് കഴിഞ്ഞിട്ട് ചാലക്കുള്ള പുതിയ വീട്ടിലെ അമ്മക്ക് മാക്കം ദർശനം കൊടുക്കുന്നതാണ്. ഇനി എല്ലാവരും ഞാനിവിടെ ഉണ്ടാവും എന്നിട്ട് മാക്കവും മക്കളും പിന്നെ മാവിലാനും എല്ലാം പിന്നെ തെയ്യക്കൊലങ്ങായി മാറുകയാണ് ചെയ്തത്. മാക്കം നിറച്ച തെയ്യമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് 40 മാക്കം ആണ് നടത്തുന്നത്. അതായത് ഫെബ്രുവരി 26, 27, 28 എല്ലാ കൊല്ലം മാക്കത്തെയ്യം ഉണ്ടാകുക. അപ്പോൾ മാക്കം തെയ്യത്തിന് നേർച്ച കേൾക്കുന്നത് ഈ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത ആൾക്കാർ പിന്നെ കുട്ടികളുണ്ടായി കഴിഞ്ഞിട്ടാണ് നേർച്ചയായിട്ട് നടത്തുന്നുണ്ട്. പിന്നെ അവിടെ ഒരു വെള്ള തുണി കൊടുക്കുന്നുണ്ടാവും. അത് തെയ്യത്തിൻ്റെ പന്തം കത്തിക്കാനായിട്ടാണ് അവരെടുക്കുക. അങ്ങനെയാണ് നേർച്ച ആക്കിയിട്ട് കൊടുക്കുന്നത്. അവിടെ തെയ്യത്തിൻ്റെ ടൈം പട്ടൊപ്പിക്കൽ നെയ്വിളക്ക് അങ്ങനെയെല്ലാം നേർച്ച.
കറുപ്പ് കിട്ടിട്ടാണ് മാവിനാണെന്ന് പറയുന്നത്. മാവിനാനാണ് മാക്കത്തെ കൊല്ലുന്ന കാണുന്നത്. അപ്പം അയാളെയും കിണറ്റിൽ കൊന്നിടുന്നുണ്ട്. അയാളും മാക്കത്തിൻ്റെ അപ്പുറം ദൈവരൂപമായിട്ട് മാറിയുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.